കപ്പ ബിരിയാണി കൊടുക്കേണ്ടതില്ല, ഓന്റെ കേക്കും വെറുതെ. ഇവൻ ഇത്രയും സന്തോഷിക്കാൻ ടെൻഷൻ അടിക്കാൻ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൂടി സ്പെയിന്റെ ജേഴ്സി മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഓൻ മേടിച്ചെന്നില്ല. പോരാത്തതിന് ഓന്റെ കുന്തലിപ്പ് വേറെ ഉണ്ടായിരുന്നു. ജൈനുവിന് അർജന്റീന ജേഴ്സി ഇട്ടതും ഓൻ അംഗപ്പെട്ടു തുടങ്ങി. ഓന്റെ ഫുൾ ടീമുമായിട്ടാണ് നമ്മൾ വേൾഡ് കപ്പ് കാണാൻ പോയത്. സ്റ്റേഡിയത്തിലായാലും ഓന്റെ ഫ്രണ്ട്സിലായാലും അംഗബലം കൂടുതൽ അർജന്റീനക്ക്. കളി തുടങ്ങിയതും പിന്നെ ആരനക്കം ഉണ്ടായി. ഓനെ നോക്കുമ്പോഴേക്ക് ഓൻ ഇതേ ടെൻഷനിലും. ഇതൊന്നും കാണാൻ വയ്യാത്തോണ്ട് നമ്മൾ ആശാൻ ആദ്യം അങ്ങ് ഉറങ്ങി സഹകരിച്ചു തന്നു. പിന്നെ അർജന്റീനക്ക് ഓരോ യെല്ലോ കാർഡ് കിട്ടുമ്പോഴുള്ള ഓന്റെ ആവേശവും ഓരോ ഗോൾ മിസ്സാവുമ്പോഴുള്ള ഓന്റെ ടെൻഷനും ഇതന്നെയായിരുന്നു എന്റെ ഫ്രെയിം. പുറകിലാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാണ്ടല്ല അർജന്റീന ഫാൻസ്. ടെൻഷൻ സഹിക്കാൻ പറ്റാണ്ടായപ്പം ഓൻ നേരെ സീറ്റിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോയി. അങ്ങനെ ആ ലാസ്റ്റ് മിനിറ്റ് എത്തിയപ്പോ ഒരാ ഗോളും അടിച്ച്. അത് പോരെ, പിന്നെന്താ പറയാനല്ലോ. ഒരു ഭാഗത്ത് മെസ്സിക്ക് കപ്പ് കിട്ടാത്തതിന്റെ സങ്കടത്തില് ഒരു കൂട്ടം അർജന്റീന ഫാൻസ്, ഇപ്പുറത്തെ ഭാഗത്ത് സ്വന്തം ടീം ജയിച്ചതിന്റെ സന്തോഷത്തില് വട്ടി പിടിച്ച് തുള്ളുന്ന എന്റെ കെട്ടിയുന്നു. ആവേശമൂത്തവും കുഞ്ഞിനെങ്ങനെ നെൽത്തിടോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഇവൻ ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്നൊക്കെ എനിക്ക് ഇന്നലെ മനസ്സിലായേ. അതിനിടയിൽ ചിലരൊക്കെ തോറ്റോണ്ട് ജേഴ്സി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഓന്റെ ദിവസമായിരുന്നു. കാരണം വരുമ്പോ ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ജയിക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഓ മേടിച്ച കേക്കും എല്ലാവർക്കും മുറിച്ചു കൊടുത്തിട്ട് ബാക്കി അംഗംവട്ടൊക്കെ ഓരോ ഗ്രൂപ്പിലായിരുന്നു. കാരണം ഓന്റെ കപ്പ ബിരിയാണി കാത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നുള്ളത് ഞാനാണ്. ഓന്റെ സന്തോഷമാണോ നമ്മളെ സന്തോഷം. അപ്പൊ നമ്മളെ സന്തോഷത്തെ പങ്കുചേർന്നു.